നല്ലത് പറഞ്ഞാൽ നല്ലത് നമ്മൾ പറയുമല്ലോ. നല്ലൊരു വാക്ക് ഒരാൾ പ്രസംഗത്തിൽ പറഞ്ഞാൽ ആ പ്രസംഗത്തെ നമ്മളെടുത്ത് അഭിനന്ദിക്കുന്നുണ്ട്. ഇപ്പൊ മിനിയാന്ന് തന്നെ ബിസിനസ്മാന്റെ ഒരു പ്രസംഗം കേട്ടു. കർണാടകയിലാണ്. നമ്മൾ ഒരുപാട് കാലമായി പറഞ്ഞു വരുന്ന ഒരു ആശയം അയാൾ പറയുന്നുണ്ട്. ചിലതൊക്കെ പഠിച്ചു വരും എന്ന് പറഞ്ഞാൽ പേരോടിനെ ഇരുത്തിയിട്ടാണ് പറയുന്നത് എന്നതും അതിലെ ഏറ്റവും രസകരമായ സംഭവമാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇവിടെ വലിയ ശബ്ദത്തിൽ പറഞ്ഞു കൂവിയ ഒരു സംഭവമാണ്. ആ ഔലിയയും മഹാനൊക്കെ ആകണമെങ്കിൽ ആദ്യം ഇൽമു പഠിക്കണം എന്നാണ്. അങ്ങനെയല്ലേ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു ഇവിടെ. മറ്റേ നമ്മളാ മുഷാവറ അംഗത്തൊക്കെ നിങ്ങൾ മറന്നു. അയാൾ പറഞ്ഞ് ലുഗത്തടക്കം പഠിക്കണം എന്നാണ്. വലിയ ആകണമെങ്കിൽ കാമൂസും മുഞ്ചിതൊക്കെ ഓതി പഠിക്കണം എന്നാണ്. നമ്മളതിനെ എതിർത്തു. നമ്മൾ പറഞ്ഞു മശായിഖന്മാർക്ക് ഇൽമുണ്ട്, ഏറ്റവും വലിയ ഇൽമ്. ആ ഇൽമ് ആര് കൊടുക്കും? അല്ലാഹു കൊടുക്കും. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അല്ലാഹ് നേരിട്ട് കൊടുത്തു എന്നാ പറഞ്ഞേ, അല്ലേ? അപ്പൊ നേരിട്ട് തന്നെ അല്ലാഹ് കൊടുക്കും. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമ്, അന്നബിയുൽ ഉമ്മി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദർസിലാ പോയത്? റസൂലുള്ളാഹിന്റെ പേരിൻ്റെതായ അഹ്സനീന്നുണ്ടോ? അൻബരീന്നുണ്ടോ? സഖാഫി ഉണ്ടോ? അതൊന്നും ആവശ്യമില്ല അവിടെ. അതൊക്കെ ന്യൂനതയല്ലേ. 40 വയസ്സ് വരെ ഒരു വിദ്യാലയത്തിലും പോയിട്ടില്ല. അവിടുന്ന് പിന്നെ ശേഷം തീരെ പോയില്ല. അപ്പൊ ഉമ്മിയായ റസൂലാണത്. കാരണം ആര് പഠിപ്പിച്ചു കൊടുത്തതാണ്? അല്ലാഹ് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ വഴിയിൽ വരുന്ന ഔലിയാക്കന്മാരുണ്ട്, നമ്മളതുവരെ ഇരുത്തി പഠിപ്പിച്ചതാണ്. ഇവര് പറഞ്ഞു ദർസിൽ പോകണം ആദ്യം. ഇനിയിപ്പോ ഭൂമിയിൽ തന്നെ നമ്മൾ നേർക്ക് നേരെ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ദർസിൽ എന്തിനാവണം? ഒരാൾക്ക് ഇൽമു പഠിക്കണമെങ്കിൽ ഒരു ആലിമിനെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവനാന്റെ ചെലവിൽ തന്നെ പഠിക്കാലോ. നമ്മളന്ന് പറഞ്ഞില്ലേ, TMC ഉസ്താദിനെ പോലുള്ള ഒരാളുണ്ടെങ്കിൽ മൂപ്പരെ ഇരുത്തി പഠിപ്പിച്ചാ പോരെ. സാധ്യതകൾ പറഞ്ഞു കൊടുത്തതാ. അങ്ങനെയൊക്കെ ഉണ്ടാകാലോ. അപ്പൊ ഇവരതിൽ വാശി പിടിച്ചല്ല, ലുഗത്തടക്കം പഠിക്കണം, ആലിമാവണം, ബിരുദം ഔലിയാകാനാപ്പതൊക്കെ. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ജ്ഞാനങ്ങൾ അത് റബ്ബിൽ നിന്ന് നേരെ കിട്ടുന്നതാണ് എല്ലാവർക്കും. ചിലര് പിന്നെ ആദ്യം ദർസും അതുപോലെയുള്ള കിതാബൊക്കെയായി ശുഗലാകും. അതവർക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. പിന്നെയോ ആ വഴി ഇവിടെ സ്ഥിരപ്പെട്ടതാണെന്ന് അറിയിക്കാനാണ്. ഉദാഹരണം ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ ഓതാൻ പോയ സംഭവമുണ്ട്. ഗൗസുൽ ആലമിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ ആ ദർസിൽ നിന്ന് പഠിച്ച ഇൽമല്ല. അവരും ഉമ്മിയാണ്, അല്ലാഹ് നേരിട്ട് കൊടുത്ത ആളാ. പക്ഷേ ഈ ഉമ്മത്തിൽ ദർസും കിതാബുമൊക്കെ ശരീഅത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കാനാണ് ആര് പോയത്? ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. ഇപ്പൊ മടവൂര് ഷെയ്ഖുന ദർസ് നടത്തിയിട്ടുണ്ട്, ബാഖിയാത്തിൽ പോയിട്ടുണ്ട്. ഇതൊന്നും ഇൽമ് നേടാനുള്ള വഴി എന്നൽക്ക് ചെയ്തതേ അല്ല. അവരൊക്കെ ഉമ്മിയായ ഷെയ്ഖന്നെ. അതൊക്കെ ഈ ഉമ്മത്തിന് ഇങ്ങനെ ഒന്നുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതേ സമയത്ത് വേറെ ചില മശായിഖന്മാർ അവര് പ്രത്യക്ഷത്തിൽ ഒരു മദ്രസയിൽ പോലും പോയിണ്ടാവില്ല. ഇനി പോയെങ്കിൽ തന്നെ 2ാം ക്ലാസ് വരെയൊക്കെ പോയിണ്ടാവും. അപ്പോ അങ്ങനെയുള്ള മശായിഖന്മാർ അവർ വലിയ സ്ഥാനത്തെത്തി, എല്ലാരെയും ഭരിക്കല്ലേ. നമ്മളതിന് ഉദാഹരണം പറഞ്ഞു. ഇമാമുന ഷാഫിഈ, ഷാഫി ഇമാമ് പോയിരുന്ന സ്ഥലം ശൈബാനുർ റാഇ തങ്ങളാണ്. ആളുകളുടെ നോട്ടത്തിൽ ആടിനെ നോക്കുന്ന ആളാണ്. ഷാഫി ഇമാം അവിടെ പോയിട്ടാണ് ഫൈനൽ തീരുമാനം എടുക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവരെ ശൈഖാണ്. അബൂ ഹംസത്തുൽ ബഗ്ദാദി ഒരു ദർസിലും പോയിട്ടില്ല. ഇമാം നവവി തങ്ങളുടെ ശൈഖാണ്
ഷെയ്ഖ് യാസീനുൽ മുസയ്യൻ ഉമ്മിയായ ഷെയ്ഖ, ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ വലിയ ഷെയ്ഖന്മാരിൽ പ്രധാനി അലിയുൽ ഖവാസ് തങ്ങളാണ്. ഷഅറാനി ഇമാം തന്നെ പറഞ്ഞു, ലാ യക്തുബു വലാ യഖറ, ഓതൂല്ല, വായിക്കൂല്ല, എഴുതൂല്ല. അങ്ങനെയുള്ള ഷെയ്ഖാണ് എൻ്റെ ഷെയ്ഖ് എന്നതാണ് അള്ളാഹു എനിക്ക് ചെയ്ത വലിയ നിഅമത്ത്. അറിയാത്തതൊന്നുമില്ല. ഒരാളെ കണ്ടാൽ ആ ആളുടെ ആയുസ് അവർക്കറിയും, ആയുസറിയും, എത്ര വയസ്സുണ്ട് എന്നറിയും. അവരുടെ വാപ്പ ആദം നബി വരെ ഓർമ്മ വരും ഒറ്റ കാഴ്ചയിൽ തന്നെ. പിന്നെങ്ങനത്തെ ആൾക്ക് പിന്നെങ്ങനെ ദർശ പോവാ? അപ്പൊ ഉമ്മിയായ മശായിഖന്മാരുണ്ട് എന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഇവിടെ സ്ഥാപിച്ച ആശയമാണ്. അതുണ്ട് ഇയാൾ മിനിയാന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, പേരോണ്ണ ഇരുത്തിയിട്ട്, പേരോണ്ണാണ് ഇത് കേട്ട് അടങ്ങാറായി തോന്നുന്നുണ്ട്. അപ്പോ പേരോന്റെ ഖാദിമ് വന്ന് പറയുന്നുണ്ട് ഇയാളോട്, പിന്നെ ഉസ്താദിന് പോകാണ്ട് വേ നിർത്തിക്കോന്ന്. അങ്ങനെ നിർത്തിയും ചെയ്തു. ആ കാര്യം പൂർത്തിയാക്കി നിർത്തി. അത് പിന്നെ അയാൾക്ക് കിട്ടേണ്ടതുമാണ്. പണ്ട് സുലൈമാൻ ഉസ്താദിനെ നല്ലൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുക്കേണ്ടത്, നിർത്തിക്കാളി എന്ന് പറഞ്ഞു. നിറന്താ കൊടുക്കാത്തതെന്നാ ഉസ്താദ് ചോദിച്ചു. ഞാൻ സുന്നി പറഞ്ഞത് ഓന് പറ്റിയിട്ടില്ല, മൈക്കിലൂടെ പറഞ്ഞതാണല്ലോ. അതിനുള്ള ഒരു ജസും കൂടിയാണ്. ചിലതങ്ങനെ കിട്ടും, ദുന്യാവും തന്നെ അതിനൊരു പ്രതിഫലം കിട്ടുമല്ലോ. അത് രണ്ടും അതിലുണ്ട്. അപ്പം അതൊന്ന് നമ്മൾ കാണുക. എന്തായാലും നല്ലത് പറയുമ്പോൾ നമ്മളതിനെ അഭിനന്ദിക്കുകയും അത് പറയേണ്ടതാണ് എന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ആ റൂട്ടാണ് നമ്മുടെ റൂട്ട്. അബ്ദുൽ ഹക്കീം അസ്ഹരി ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗം കേട്ടോളൂ. എത്തിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് ആളുകളുടെ അവരുടെ ഈമാനികമായ ദറജയും ആത്മീയമായ അവരുടെ ഒരു മഖാമും നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ചിലപ്പോൾ സാധാരണക്കാരായി നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ വലിയ വിലായത്തിന്റെ മഖാമിലുള്ളവരും വലിയ ദറജയിൽ ഉള്ളവരും ആകും. നാം വലിയ ആളുകളെന്ന് ചിലപ്പോൾ വിചാരിക്കുന്ന ആളുകൾ അവരെക്കാളും ചിലപ്പോൾ താഴെയുമായിരിക്കും. ഇതെല്ലാം അള്ളാഹുവിനെ മാത്രമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആരിഫ്യങ്ങൾക്ക് മാത്രമാണ് അത് അറിയാൻ സാധിക്കുക. മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനും ഒരുപാട് മുതഅല്ലിമുകൾക്ക് ദർസ് നടത്തിയാലും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാനുമാണ്. മഹാനവർകൾ ഒരു ആത്മീയതയുടെ ഒരു കൈപിടിക്കാൻ വേണ്ടി പല ശൈഖന്മാരെയും നോക്കിയെങ്കിലും അവരിലൊന്നും ഒരു ഇസ്ലാമികമായ വലിയ കാഴ്ചകൾ കാണാതെ പിന്നെ അവരെ മാറി. അവസാനം മഹാനവറുകൾ ഒരു ശൈഖ് അവറുകളെ ഏറ്റെടുക്കുന്നത് ഒരു സാധാരണക്കായ പായമൊടി എന്ന ഒരാളെയാണ്. അവരൊരു ഷീഖാക്കാൻ പറ്റുമോ, ഒരു ആലിമല്ലല്ലോ എന്നൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ ആ സമയത്ത് ഷേഖ് തന്നെ പറഞ്ഞു കൊടുക്കുന്നു, അല്ലമഹു വത്തഖദഹു വലിയൻ, അല്ലമഹു വത്തഖദഹു വലിയൻ. അല്ലാഹു തആല അവർക്ക് ഇൽമു കൊടുത്ത് ആലിമാക്കിയിട്ടുണ്ട്. അങ്ങനെ അവരെ ഷേഖാക്കും. അങ്ങനെയുള്ള മനുഷ്യർക്കിടയിൽ നമുക്കറിയാത്ത ആളുകളുണ്ടാകും. അല്ലാഹു അങ്ങനത്തെ ആത്മീയ നിർത്തുകയാണ്. അപ്പോ അല്ലമഹു വത്തഖദഹു വലിയ, നല്ല കാര്യം. അത് ഞങ്ങൾ പറഞ്ഞതിനോട് യോജിച്ചു അല്ലെങ്കിൽ അനുകൂലിച്ചു പ്രതികൂലിച്ചു ഇത് നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ അനുകൂലിക്കുന്നുണ്ടോ അതോ അതിനെതിരാണോ, ഇതല്ല വിഷയം. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ഒരു നല്ല കാര്യം അദ്ദേഹം പറഞ്ഞപ്പോ നമ്മളത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. കാരണം എന്താ, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ശൈഖാക്കിയത് അലിയുൽ ഖവാസ് തങ്ങളെയാണ്. മൂപ്പര് സംശയിച്ചിട്ടൊന്നുമില്ല, അത് മൂപ്പര് പറഞ്ഞപ്പോൾ പിന്നെ ആ വാക്കിൽ വന്നു പോയതോ. ഷഅറാനി ഇമാം അവരെ ശൈഖാക്കിയപ്പോ അവരെ സംബന്ധിച്ച് അവര് തന്നെ പരിചയപ്പെടുത്തിയതാണ്. നിങ്ങൾ കിതാബിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഞാൻ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പഠിച്ചതാണ് എന്ന് അലിയുൽ ഖവാസ് തങ്ങൾ അവരോട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹു നേരിട്ട് വിവരം കൊടുക്കുന്ന, അള്ളാഹുവിൽ നിന്ന് പഠിക്കുന്ന
പ്രത്യക്ഷത്തിൽ ഒരു ദർസിലും പോകാത്ത വലിയ മഹാന്മാരുണ്ടെന്നും അതറിയാൻ നമുക്ക് കഴിയില്ലെന്നും അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്കല്ലാതെ ഔലിയാക്കളെ മനസ്സിലാക്കുകയില്ലെന്നും പേരോടനെ ഇരുത്തി പറയുന്നത് ഏറെ സ്വാഗതാർഹമാണ്. എല്ലാ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് പ്രത്യേകം നമ്മൾ അറിയിക്കുകയും ചെയ്യുകയാണ്. കൂട്ടത്തിൽ അയാളോട് പറയുന്നു, അല്ലെങ്കിലും ഈ പേരോടിന്റെ മദ്ഹബെന്ന് താങ്കളെപ്പോലെയുള്ളവർ പൂർണ്ണമായി രക്ഷപ്പെടണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞങ്ങളിപ്പോ നിങ്ങളെ വിമർശിച്ചതിന്റെ പേരില സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ പൊളിക്കുന്ന വാദങ്ങൾ വന്നപ്പോഴാണ്. ഏകാംഗ മശായിഖന്മാര് കഴിഞ്ഞുപോയി, ഇനി ആ സ്ഥാനത്ത് ഞങ്ങളാണ് എന്നു തുടങ്ങിയ വലിയ അബദ്ധമായ വാദങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങളത് ശരിയല്ലെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വാദങ്ങളൊക്കെയും അല്ലേ ഓരോ കാലം കഴിഞ്ഞു റാത്തീബിന്റെ പലതും പറഞ്ഞിരുന്നല്ലോ. ഇതിന്റെ ഒക്കെ ഇയാളടക്കം വഴിപഴിപ്പിച്ചത് സത്യത്തിൽ ഈ നിയൽവാദിയാണ്. അയാൾ വന്നതാണ്, ഇവർക്കൊക്കെ അത് അംഗീകരിക്കേണ്ടി വന്നതാണ്. പിന്നീട് അയാളിങ്ങനെ സ്വന്തം പിതാവിനെ തന്നെ ഒരു വീഡിയോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് റൂമിൽ വാതിലടച്ച് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപമുണ്ടാക്കി. അങ്ങനെ സ്വന്തം പിതാവിനെയും അതുപോലെ ഇയാളെയും ഒക്കെ വഴിപിഴപ്പിച്ചത് ഈ നിയൽവാദിയാണ്. അതുകൊണ്ടാണ് അയാൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ. അയാൾക്ക് അതേ പറയാണ്ടാവുള്ളൂ. ഇപ്പൊ ഈ മുഹറത്തിലെ പ്രസംഗമൊക്കെ എടുത്ത് നോക്കി, ഏറ്റവും നശിച്ച ടീമിൽ അത് അയാളുടെ ടീമായിരിക്കും ആദ്യം വരിക. കാരണം എന്താ, ഈ മുഹറത്തിൽ ഏത് പ്രസംഗം എടുത്ത് നോക്കിയാലും ഹുസൈനാരെ മദ്ഹ് പറയുന്നതിനും പാട്ട് പാടുന്നതിനും എതിരായ പ്രസംഗങ്ങളാണ് അയാൾ നടത്തുക. ഇവരിപ്പോ പറഞ്ഞത് തെറ്റ്, പക്ഷെ അത് ചിലപ്പോ ആ പറഞ്ഞതിൽ ഒതുങ്ങിയിട്ടുണ്ടാവും, പിന്നെ അതിങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടാവില്ല. പറഞ്ഞു നടക്കുക എന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അത് സ്ഥിരമായി ചെയ്യുന്നത് ഈ നിയൽവാദിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അബ്ദുൽ ഹക്കീം അസേരി അടക്കമുള്ളവരോട് പറയാനുള്ളത്, ശംസുൽ ഉലമയുടെ മാർഗത്തിലേക്ക് പൂർണ്ണമായി കടന്നു വരണം. അബദ്ധങ്ങൾ പിൻവലിക്കണം. അതിനേറ്റവും ആദ്യം പേരോടിന്റെ നയങ്ങളെ വലിച്ചെറിയാൻ തയ്യാറാകണം. എന്നിട്ട് ഇനി ശംസുൽ ഉലമക്ക് അടക്കട്ടെ, സ്വന്തം പിതാവ് പഠിപ്പിച്ച ആശയത്തെങ്കിലും നിൽക്കാൻ മകനായ താങ്കൾക്ക് കഴിഞ്ഞാൽ, മശായിഖ് കരിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് AP ഉസ്താദ് പഠിപ്പിച്ച വഴിയിലെങ്കിലും നിന്ന് ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന ഈ നിയൽവാദിയിൽ നിന്ന് രക്ഷപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയുമ്പോ എല്ലാവരും കൂടെ ഉണ്ടാവും. പൊതുജനങ്ങൾ ഉണ്ടാകും, മശായിഖിന്റെ അഹ്ലുണ്ടാവും, ശംസുൽ ഉലമയുടെ വഴിയിൽ വരുന്ന എല്ലാവരും ഉണ്ടാവും, മശായിഖന്മാരുടെ മദതും ഉണ്ടാവും. അതിലേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വേറെ ഈസൊന്നുമില്ല. നല്ലതാര് പറഞ്ഞാലും അതിനെ അഭിനന്ദിക്കും. പേരോട് പറഞ്ഞതൊക്കെ ഇപ്പൊ വെറുതായില്ലേ? അയാൾ എത്ര ശബ്ദിച്ച് ഏതെല്ലാം പ്രസംഗങ്ങൾ നടത്തി. വലിയാകണമെങ്കിൽ ദർസിൽ പോകണം, കിതാബ് ഓതണം. ഈ പറഞ്ഞതൊക്കെ അയാളെ ഇരുത്തിയിട്ട് തന്നെ ബാത്തിലാക്കിയല്ലോ. ഏറ്റവും നല്ല കാര്യം.